നമുക്കറിയാം, മോശയെ ഏറ്റവും കൂടുതൽ ഡിസ്കറേജ് ചെയ്യുവാൻ ആ കാലത്ത് എഴുന്നേറ്റ മനുഷ്യനാണ് കോരഹ്. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കോരഹ് എന്ന് പറയുന്ന മനുഷ്യൻ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അതെ, 250 പേരെ മോശയ്ക്കെതിരായി കൂട്ടി ഗൂഢാലോചനകൾ നടത്തി മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ മോശയുടെ ശുശ്രൂഷയെ ഇടിച്ചു കളയത്തക്ക നിലകളിൽ, മോശയുടെ മനസ്സിനെ ഇടിച്ചു കളയത്തക്ക നിലകളിലുള്ള വാക്കുകൾ അവർ ഉച്ചരിച്ചു. അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. ആര്? കോരഹും കൂട്ടരും. അവരോട് മതി, ശുശ്രൂഷയൊക്കെ മതി, പരിപാടിയൊക്കെ മതി, നീ മുന്നോട്ട് പോകണ്ട, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, നീ മാത്രമല്ല വിശുദ്ധൻ. അഭിഷിക്തനോട് പറയുകയാണ്, നിനക്ക് മാത്രമല്ല പ്രസംഗിക്കാൻ അറിയാവുന്നത്, നീ മാത്രമല്ല വിശുദ്ധൻ, നീ മാത്രമല്ല ദൈവദാസൻ, നീ മാത്രമല്ല മാൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഞങ്ങളും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യമുണ്ട്. പിന്നെ ഞങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിന്നെ തന്നെ ഉയർത്തുന്നത് എന്തെന്ന് പറഞ്ഞു. മോശേ, നീ ദൈവത്തെ അല്ല ഉയർത്തുന്നത്, നീ നിന്നെ തന്നെ ഉയർത്തുകയാണ്, നീ നിന്നെ തന്നെ പൊക്കുകയാണ്. കണ്ടോ, ഡിസ്കറേജ് ചെയ്യുകയാണ്. മഹത്വം നീ എടുക്കുകയാണ്, പ്രശംസ നീ എടുക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ദൈവത്തിന് വേണ്ടി അല്ല കോരഹ് സംസാരിക്കുന്നത്, കോരഹിന്റെ അസൂയയാണ്. ഇത് ദൈവത്തിന് വേണ്ടിയോ ദൈവമഹത്വത്തിന് വേണ്ടിയോ അല്ല. ഈ കോരഹും 250 പേരും വട്ടം കൂടിയിരിക്കുന്നത് അവന്റെ ഹൃദയത്തിലെ അസൂയയും പകയും അവൻ വെളിപ്പെടുത്തുകയാണ്. പക്ഷെ ഇവിടെ വിളിക്കപ്പെട്ട ദൈവപൈതൽ, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതൽ, അയക്കപ്പെട്ട ദൈവപൈതൽ തിരിച്ചറിയേണ്ടത്, ഏറ്റെടുക്കേണ്ടത് മോശ കാണിച്ച മാതൃകയാണ്. കോരഹിനോട് മറുപടി പറയുകയല്ല, കോരഹിനോട് കൂടെ നിൽക്കുന്ന 250 പേരോട് ഉത്തരം പറയാൻ പോവുകയല്ല. 4-ാമത്തെ വാക്യം പറയുന്നു, ഇത് കേട്ടപ്പോൾ മോശ കവന്നു വീണു. ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ കൂടെ നിൽക്കുന്നവർ പോലും മോശയെ സപ്പോർട്ട് ചെയ്തില്ല. അറിയാമോ, എല്ലാ കാലത്തും ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. കൂടെ നിൽക്കുന്ന 600,000 എണ്ണം ഉണ്ടെന്ന് പറയുന്നില്ലേ, ലക്ഷങ്ങൾ, അതിലെ ഒന്നുപോലും മോശയെ സപ്പോർട്ട് ചെയ്തില്ല. 250 പേര് വളഞ്ഞിട്ട് അവനെ ആക്രമിക്കുമ്പോൾ, അവനെ അപവാദം പറയുമ്പോൾ, ഹല്ലേലൂയ. പക്ഷേ മോശയ്ക്കൊരു ദൈവമുണ്ട്, മോശയ്ക്കൊരു ദൈവമുണ്ട്. മോശയെ വിളിച്ചൊരു ദൈവമുണ്ട്, അവനെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്, അവനെ അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുൻപിൽ മോശ കവന്നു വീണു, നെടുമ്പാട് വീണു, പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. മക്കളെ, ഇന്നെന്നെ കാണുന്ന ചില ദൈവദാസന്മാരുണ്ട്. ഈ പുതിയ തലമുറയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളുണ്ട്, വർഷിപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച്, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ദൈവവിളിയുടെ മുൻപിൽ ദൈവത്താൽ അയക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും, സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെന്നെ കാണുന്നുണ്ട്. കോരഹുമാർ നിനക്കെതിരെ എഴുന്നേൽക്കാം. ഒരു കൂട്ടം നിനക്കെതിരെ വളഞ്ഞുകൂടാം. നിന്നെ തന്നെ നീ ഉയർത്തുന്നു എന്ന് നിന്നോട് പറഞ്ഞ അസൂയ കൊണ്ട് നിന്നെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. പക്ഷേ അവിടെ എങ്ങും നീ വാ തുറക്കരുത്, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിന്നെ വിളിച്ചവന്റെ മുമ്പിൽ നെടുമ്പാട് വീണാ മതി, നിന്നെ വിളിച്ചവന്റെ മുമ്പിൽ മുഴങ്കാലിരുന്നാ മതി, നിന്നെ വിളിച്ചവനോട് നീ പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ വിളിച്ചവനോട്, നിന്നെ അഭിഷേകം ചെയ്തവനോട്, നിന്നെ അയച്ചവനോട്, മുൾപ്പടർപ്പിൽ നിനക്ക് പ്രത്യക്ഷനായവനോട് നീ സംസാരിച്ചാൽ മതി. എന്തുവായിരുന്നു അതിന്റെ റിസൾട്ട്? ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുന്ന മോശയുടെ പ്രാർത്ഥനയുടെ മറുപടി എന്തായിരുന്നു? 31-32 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിയുമെങ്കിൽ ഇന്ന് സംഖ്യാപുസ്തകം 16-ാം അധ്യായം ഒന്ന് വായിച്ചേക്കണം. കുടുംബ പ്രാർത്ഥനയിൽ 31-32 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വാ തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഭൂമി വായി തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിന്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സകലത്തെയും സർവ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. മോശ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ മോശയ്ക്കൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ എനിക്ക് കുറെ നാട്ടുകാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, കുടുംബക്കാരുണ്ട്, സംഘടനയുണ്ട്, സഭയുണ്ട്,
പാസ്റ്ററുണ്ട്, വിശ്വാസിയുണ്ടെന്നല്ല നീ പറയേണ്ടത്. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. എന്നെ വിളിച്ചൊരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ അഭിഷേകം ചെയ്തൊരു ദൈവം എൻ്റെ ഒപ്പമുണ്ട്. എന്നെ നിയോഗിച്ചൊരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ സെൻഡ് ചെയ്തൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അവൻ വിശ്വസ്തനത്രേ, അവൻ സർവശക്തനത്രേ, അവൻ സർവജ്ഞാനി അത്രേ, അവൻ സർവവ്യാപി അത്രേ, അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, അവൻ മെൻലോട്ടിന് സദൃശ്യമായ കാലുള്ളവൻ, അവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്നവൻ, സർവശക്തൻ, ഓൾമൈറ്റി ഗോഡ്. ആരോടോ കർത്താവ് പറയുന്നു, നിന്നെ തെരഞ്ഞെടുത്തത് സംഘടനയല്ല, നിന്നെ തെരഞ്ഞെടുത്തത് നാട്ടുകാരല്ല. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് തന്റെ കൃപയാല, തന്റെ പ്രസാദത്താല, തന്റെ മനസ്സലിവിനാല. അങ്ങനെയാണെങ്കിൽ ആരാണോ നിന്നെ അപ്പോയിന്റ് ചെയ്തത്, ആരാണോ നിന്നെ സെൻഡ് ചെയ്തത്, ഈസ് വിത്ത് യു, ഓൾമൈറ്റി ഗോഡ്.